ഹായ്. നമുക്ക് രണ്ട് ഹൊറർ പറയുന്ന ചാനൽസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഈ ചാനലിൽ റിയൽ സ്റ്റോറീസാണ് പറയാൻ പോകുന്നത്. റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഹൊററിനേക്കാളും വലിയ ഭീകരതയായിരിക്കും. അതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ. നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഫ്ലൈറ്റ് 642 റൺവേയിൽ നിന്നും കുറച്ച് സെക്കൻഡുകൾ ദൂരത്തായി ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടു മുകളിലാണ്. പക്ഷേ ആകാശത്ത് കാറ്റും മഴയും ഇടിമിന്നലുമാണ്. അതുകൊണ്ട് വിസിബിലിറ്റി വളരെ മോശമാണ്. റൺവേയിലെ ലൈറ്റ് ചെറിയ ടോർച്ചിൻ്റെ പ്രകാശം പോലെയാണ് കാണാൻ പറ്റുന്നുള്ളൂ. ഇതേ സമയം ക്രോസ് വിൻഡ് കൂടി വന്നാൽ പ്ലെയിൻ റൺവേയിൽ നിന്നും തെന്നിമാറും. ഏതെങ്കിലും കാരണത്താൽ ത്രസ്റ്റ് കൂട്ടാൻ പ്രശ്നം വന്നാൽ വളരെ വലിയ അപകടമുണ്ടാകും. പ്ലെയിനിലുള്ള 315 യാത്രക്കാരുടെ തലയുടെ മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അടുത്ത നിമിഷം സംഭവിച്ചത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. ഈ പ്ലെയിനിനും അതിലിരുന്ന പാസഞ്ചേഴ്സിനും എന്ത് സംഭവിച്ചു? എന്നാൽ നേരെ കഥയിലേക്ക്. ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചൈന എയർലൈൻ 642 ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഫ്ലൈറ്റ് തെയ്പോയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് ഹോങ്കോങ്ങിൽ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ നിർത്തിയിട്ടേ പിന്നെ തെയ്പോയിലേക്ക് പോവുകയുള്ളൂ. പ്ലെയിനിൽ 300 പാസഞ്ചറും 15 ക്രൂ മെമ്പേഴ്സും യാത്രക്ക് ഒരുങ്ങിയിരിക്കുന്നു. ബാങ്കോക്കിൽ കാലാവസ്ഥ വളരെ ശാന്തമായിരുന്നു. പക്ഷേ ഹോങ്കോങ്ങിൽ കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കോക്പിറ്റിൽ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേയുള്ള ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുകയാണ്. കാലാവസ്ഥയുടെ റിപ്പോർട്ട് മുന്നിൽ തന്നെയുണ്ട്. അതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്, ടൈഫൂൺ സാം പൂർണ്ണമായി ഹോങ്കോങ്ങിനെ മൂടിയിരിക്കുന്നു. ടൈഫൂൺ സാം എന്നാൽ ഒരു സാധാരണ കാറ്റല്ല, ഇതൊരു ട്രോപ്പിക്കൽ സൈക്ലോണാണ്. അതായത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസിൻ്റെ അടുത്ത സമുദ്രത്തിൽ നിന്നും ചൈനയുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എയർപോർട്ടിനെയും ബാധിച്ചിരുന്നു. ഹോങ്കോങ്ങിൽ 35 നോട്ട്സ്, അതായത് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇത് റൺവേയിലേക്ക് ഇറങ്ങാൻ പോകുന്ന എല്ലാ വിമാനത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാകും. കൂടാതെ ക്രോസ് വിൻഡുമുണ്ട്, അതായത് കാറ്റ് പ്ലെയിനിൻ്റെ സൈഡിൽ വന്ന് തട്ടും. ഇതേ സമയം ഹോങ്കോങ് ATCയിൽ നിന്നും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ATC എന്ന് പറഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോൾ ടവർ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പല വിമാനത്തിനും ഗോ എറൗണ്ട് ചെയ്യേണ്ടി വന്നു. ഗോ എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചില വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ ശ്രമം നടത്തും. ലാൻഡ് ചെയ്യാൻ കഴിയാതെ മറ്റു പല എയർപോർട്ടിലേക്കും പോകും. ചിലത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ വീണ്ടും ഒന്ന് കറങ്ങി വന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനെയാണ് ഗോ എറൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് വിമാനങ്ങൾ ഡൈവേർട്ടായി. കുറച്ച് ലാൻഡിംഗ് ചെയ്യാനുള്ള ശ്രമം നടത്തി, പക്ഷേ വിജയകരമാക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് ഓഫീസർ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ ലാൻഡിംഗ് ഇന്ന് എളുപ്പമായിരിക്കില്ല എന്നാണ്. ക്യാപ്റ്റൻ അതിന് മറുപടി കൊടുത്തു, നമ്മുടെ കയ്യിൽ ഫ്യൂൽ എക്സ്ട്രാ ഉണ്ടല്ലോ. അതുകൊണ്ട് ഹോങ്കോങ് ലാൻഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരെ തെയ്പേയിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം ഉറപ്പായിരുന്നു, കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഹോങ്കോങ്ങിൽ ഇറക്കാനുള്ള ശ്രമം നടത്തുമെന്ന്. ക്യാപ്റ്റൻ കാലാവസ്ഥ മോശമായത് നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഫ്യൂവൽ കൂടുതൽ അടിച്ചിരുന്നു. ലാൻഡിംഗ് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫ്യൂവൽ ആവശ്യം വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനർത്ഥം പ്ലെയിനിൻ്റെ വെയിറ്റ് മാക്സിമം ലാൻഡിംഗ് വെയിറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ആകെ 2,02,000 കിലോഗ്രാമാണ് കപ്പാസിറ്റി ഫ്ലൈറ്റ് 642-ൽ. വെറും 200 കിലോഗ്രാമാണ് ഇപ്പോൾ കുറവുള്ളൂ. ഭാരം കൂടുതലുള്ളതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ക്യാപ്റ്റന് ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യ ശ്രമത്തിൽ തന്നെ ലാൻഡ് ചെയ്യണം. ഒരുപാട് തവണ ഗോ അറൗണ്ട് ചെയ്താൽ ഫ്യൂവൽ കുറയും, പിന്നെ തെയ്പോയിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ഉണ്ടാകില്ല. കോക്പിറ്റ്, അതിലിരിക്കുന്ന ക്യാപ്റ്റൻ ജെറാഡോ ലെറ്റിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. 57 വയസ്സ് പ്രായം, നാഷണാലിറ്റി ഇറ്റാലിയൻ. 18,000 മണിക്കൂർ ഫ്ലൈയിങ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 3,000 മണിക്കൂറും ഈ ഓടിക്കുന്ന MD-11 എന്ന പ്ലെയിനിൻ്റെ തന്നെയാണ്. കൂടെ ഫസ്റ്റ് ഓഫീസറായി ലിയു ചെങ്സി,
വയസ്സ് 36, നാഷണാലിറ്റി തായ്വാൻ. 4600 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 3000 മണിക്കൂർ MD-11 എന്ന ഈ പ്ലെയിൻ ഓടിച്ചുണ്ടാക്കിയതാണ്. ക്യാപ്റ്റൻ ATCയിൽ നിന്നും ക്ലിയറൻസ് ചോദിച്ചു. അവിടുന്ന് മറുപടി കിട്ടി, എയർലൈൻ 642 ക്ലിയർ ഫോർ ടേക്ക് ഓഫ് റൺവേ 21. ക്യാപ്റ്റൻ ചെറിയ ചിരിയോടെ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് റൺവേയിലൂടെ അതിവേഗം പോയി ആകാശത്തേക്ക് പറന്നുയർന്നു. ചൈന എയർലൈൻ 642 ഇപ്പോൾ ആകാശത്താണ്. തുടക്കത്തിൽ കുറച്ച് മിനിറ്റ് നോർമലായിരുന്നു. പ്ലെയിൻ ഇപ്പോൾ ക്രൂസിംഗ് ആൾട്ടിറ്റ്യൂഡ് 35,000 അടിയിലേക്കെത്തി. പുറത്തെ കാലാവസ്ഥ വളരെ ശാന്തമാണ്. പക്ഷേ ഈ ശാന്തത വലിയ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ളതായിരുന്നു. ചൈന എയർലൈൻ 642 ഇപ്പോൾ സൗത്ത് ചൈന സീയുടെ മുകളിലാണ്. 35,000 അടി ഉയരത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ മെല്ലെ കാറ്റിൻ്റെ ശക്തി കൂടുന്നുണ്ടായിരുന്നു. ഹോങ്കോങ് ഒരുപാട് ദൂരത്തൊന്നുമല്ല, പക്ഷേ അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. കോക്പിറ്റിൽ ATCയിൽ നിന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ടായിരുന്നു. വിൻഷിയർ അഡ്വൈസറി ഇൻ എഫക്ട്, വിസിബിലിറ്റി റെഡ്യൂസ്ഡ്, റൺവേ 25L ഇൻ യൂസ്. വിൻഷിയർ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ വേഗതയും ഗതിയും പെട്ടെന്ന് മാറി മറിയും. പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് കാറ്റിന് ശക്തി കൂടിയാൽ, അല്ലെങ്കിൽ കാറ്റ് പെട്ടെന്ന് നിന്നുപോയാൽ പ്ലെയിനിൻ്റെ ബാലൻസ് നഷ്ടമാകും. ക്യാപ്റ്റൻ റേഡിയോ മെസ്സേജ് കേട്ടുകൊണ്ട് ഫസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു, വിൻഷിയർ, എനിക്ക് തോന്നുന്നു കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഫസ്റ്റ് ഓഫീസർ സ്ക്രീനിലെ കാലാവസ്ഥ മാറ്റം കണ്ട് മറുപടി കൊടുത്തു. വിൻഷിയർ 320 ഡിഗ്രി അറ്റ് 30 നോട്ട്സ്, ഗസ്റ്റിംഗ് ടു 45 നോട്ട്സ്, ടെർബുലൻസ് എക്സ്പെക്റ്റഡ്. അപ്പോഴേക്കും ഹോങ്കോങ് അപ്രോച്ചിൽ നിന്നും പുതിയ ഇൻസ്ട്രക്ഷൻ വന്നു. ചൈന എയർലൈൻ 642 ബീയിങ് ഡീസന്റ് ടു ഫ്ലൈറ്റ് ലെവൽ 240. ക്യാപ്റ്റൻ മൈക്രോഫോൺ ഓണാക്കി. റോജർ, ഹോങ്കോങ് അപ്രോച്ച് ഡീസന്റ് ടു FL 240. FL 240 എന്ന് പറഞ്ഞാൽ 24,000 അടി ഉയരം. ഏവിയേഷനിൽ ഉയരത്തിന് ഫ്ലൈറ്റ് ലെവലിലാണ് ഉയരം പറയുന്നത്. പ്ലെയിൻ 10,000 അടി ഉയരത്തിലായാൽ എയർ ട്രാഫിക് കൺട്രോൾ അതിനെ ഫ്ലൈറ്റ് ലെവലിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്ലെയിൻ ഇപ്പോൾ മെല്ലെ താഴേക്ക് വരികയാണ്. 24,000 അടി ഉയരത്തിലായതും കാറ്റിൽ ഫ്ലൈറ്റ് കുലയാൻ തുടങ്ങി. ടെർബുലൻസ് വന്നതും സീറ്റ് ബെൽറ്റ് സൈൻ ഓണായി. ക്യാബിൻ ക്രൂ പാസഞ്ചേഴ്സിനോട് സീറ്റ് ബെൽറ്റ് ടൈറ്റിലിടാനായി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും പുതിയ അപ്ഡേറ്റ് വന്നു. ചൈന എയർലൈൻ 642 സർഫസ് വിൻഡ് നൗ 320 ഡിഗ്രി അറ്റ് 35 നോട്ട്സ്, എക്സ്പെക്ട് ക്രോസ് വിൻഡ് ലാൻഡിംഗ്. ഫസ്റ്റ് ഓഫീസർ സ്ക്രീനിലെ ഡേറ്റ നോക്കിയിട്ട് പറഞ്ഞു, ക്രോസ് വിൻഡ് 26 നോട്ട്സ് വരെ ആയിരിക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻ സമാധാനത്തിൽ മറുപടി കൊടുത്തു, ഇനി വേറെ ഓപ്ഷനില്ല. ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വന്നാൽ ഗോ അറൗണ്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഹോങ്കോങ് അപ്രോച്ചിൽ നിന്നും പിന്നെയും മെസ്സേജ് വന്നു. 642 ടേൺ ലെഫ്റ്റ് 230 ക്ലിയർ ഫോർ ILS അപ്രോച്ച്, റൺവേ 25L. ഫസ്റ്റ് ഓഫീസർ ഇത് കേട്ടതും ഭയന്നുകൊണ്ട് ക്യാപ്റ്റനോട് പറഞ്ഞു, ILS അപ്രോച്ച് 25L. ഞാൻ വിചാരിച്ചു 25R ആയിരിക്കും നമുക്ക് ക്ലിയറാക്കി കിട്ടിയിരിക്കുന്നതെന്നാണ്. അത് കേട്ടതും ക്യാപ്റ്റൻ സ്ക്രീനിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഓ ഗോഡ്, നമ്മൾ തുടക്കത്തിൽ തെറ്റായിയാണ് കേട്ടത്. റൺവേ 25R അല്ല, 25L ആണ് ക്ലിയർ ആക്കിയിരിക്കുന്നത്. പൈലറ്റിൻ്റെ അടുത്ത് നിന്നും ഒരു വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ഈ തെറ്റിൻ്റെ ഫലം എന്തായിരിക്കും? അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണ് ILS? ഇൻസ്ട്രുമെൻ്റൽ ലാൻഡിംഗ് സിസ്റ്റം. പ്ലെയിനിൻ്റെ ഡയറക്ഷൻ കറക്റ്റായി റൺവേയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സിസ്റ്റമാണ്. അതായത് ഇരുട്ടിൽ ചെറുതായിട്ട് വഴിമാറിയാൽ ഈ സിസ്റ്റം പൈലറ്റിന് അലർട്ട് കൊടുക്കും. ഇപ്പോൾ പ്ലെയിൻ 7,000 അടി ഉയരത്തിലാണ്. അപ്രോച്ച് മാറ്റാനൊന്നും ഇനി അധികം സമയമില്ല. ക്യാപ്റ്റൻ പെട്ടെന്ന് തീരുമാനമെടുത്തു, നമ്മൾ 25L തന്നെ പോകും. അപ്രോച്ച് സിസ്റ്റം റീസെറ്റ് ചെയ്യൂ. ഫസ്റ്റ് ഓഫീസർ പെട്ടെന്ന് തന്നെ പുതിയ പ്രോഗ്രാം ചെയ്തു. പ്ലെയിനിനെ കറക്റ്റ് വഴിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ പ്ലെയിൻ 5,000 അടി ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടർബുലൻസ് കൂടി. ക്യാബിനിലിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഭയന്നിരിക്കുകയാണ്. കുറച്ചു പേര് പ്രാർത്ഥിക്കുന്നു, കുറച്ചാളുകൾ സീറ്റ് ബെൽറ്റിൽ പിടിച്ച് കണ്ണടച്ചിരിക്കുന്നു. അപ്പോൾ ഹോങ്കോങ് അപ്രോച്ചിൽ നിന്നും വേറൊരു മെസ്സേജ് കൂടി വന്നു. Another aircraft just reported landing strike at 400 feet during approach. അതായത് 400 അടി ഉയരത്തിൽ വേറെ ഏതോ പ്ലെയിനിനെ ഇടിമിന്നലേറ്റിരിക്കുന്നു. ഫസ്റ്റ് ഓഫീസർ വേഗം സ്ക്രീനിലേക്ക് നോക്കിയിട്ട് 400 അടി, അതും ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ്. ക്യാപ്റ്റൻ്റെ മുഴുവൻ ശ്രദ്ധയും ഫ്ലൈറ്റ് കൺട്രോളിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നേരെ തന്നെ പോകാം. ഇപ്പോൾ പ്ലെയിൻ 3000 അടിയിലേക്ക് എത്തിയിരിക്കുന്നു.
പുറത്താണെങ്കിൽ മഴയും കാറ്റും അതിശക്തമായിരിക്കുന്നു. വിൻഷീൽഡ് വൈപ്പറിന് പോലും ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ചെയ്തിരിക്കുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു, ഐ ഹാവ് കൺട്രോൾ. ഇപ്പോൾ പ്ലെയിൻ പൂർണ്ണമായും അയാളുടെ കയ്യിലാണ്. 2000 അടി, 1500 അടി, മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റെല്ലാം ഈ ലാൻഡിങ്ങിനൊരു വലിയ അപകടമായി മുന്നിൽ തന്നെയുണ്ട്. ATCയിൽ നിന്നും മെസ്സേജ് വന്നു. അതായത് കാറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് വരുന്നത്. അതിൻ്റെ സ്പീഡാണെങ്കിലോ മണിക്കൂറിൽ 52 കിലോമീറ്റർ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അത് 67 കിലോമീറ്റർ വേഗതയിലും ആകുന്നുണ്ട്. ഫസ്റ്റ് ഓഫീസർ സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ലിമിറ്റിൽ നിന്നും കൂടുതലാണ്. ഇത്രയും ശക്തമായ കാറ്റിൽ പ്ലെയിനിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ക്യാപ്റ്റൻ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി തിരിച്ചു പോകാനുള്ളൊരു ഓപ്ഷനില്ല. നമുക്ക് ലാൻഡ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ 1000 അടി ഉയരത്തിൽ ചൈന എയർലൈൻ 642 ഇപ്പോൾ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ 25L അടുത്തേക്ക് അതിവേഗം സഞ്ചരിക്കുകയാണ്. മഴ അതിശക്തമായി. വിൻഷീൽഡിൽ ചെറുതായിട്ട് മഞ്ഞ് മൂടിയതുപോലെ. അതായത് വിസിബിലിറ്റി തീരെയില്ല. ശക്തമായ കാറ്റ് പ്ലെയിനിനെ നന്നായി ഉലയ്ക്കുന്നുണ്ട്. പ്ലെയിൻ മുഴുവനായും ക്യാപ്റ്റൻ്റെ കയ്യിലാണ്. ഫസ്റ്റ് ഓഫീസർ സ്പീഡും ഓൾട്ടിറ്റ്യൂഡും ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. റൺവേ ലൈറ്റ് ചെറുതായിപ്പോൾ കാണാം. ഇത്രയും മഴയുള്ളത് കൊണ്ട് ഒരു ടോർച്ചിൻ്റെ പ്രകാശം പോലെ കാണാൻ പറ്റുന്നുള്ളൂ. 500 അടി ഉയരത്തിലെത്തി. പ്ലെയിനിൻ്റെ ഇളക്കം കൂടിയിരിക്കുന്നു. അതിശക്തമായി ഫ്ലൈറ്റ് ഇളകിയതും 1 സെക്കൻഡ് വിമാനം മുകളിലേക്ക് ഉയർന്നു. അതിശക്തമായി അപ്പോൾ തന്നെ താഴേക്ക് പതിക്കാനും തുടങ്ങി. ഇത് വിൻഷിയറായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ഭയന്നുകൊണ്ട് ഒച്ചയുണ്ടാക്കി, സ്പീഡ് സ്പീഡ്. ക്യാപ്റ്റൻ ത്രോട്ടൽ മുന്നോട്ട് തള്ളി. പക്ഷേ ഇപ്പോൾ റൺവേ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. 50 അടി. വിൻഷിയറും ക്രോസ് വിൻഡും കാരണം ഓട്ടോ ത്രോട്ടൽ സിസ്റ്റത്തിന് മനസ്സിലായത് പ്ലെയിനിൻ്റെ സ്പീഡ് ആവശ്യത്തിലും കൂടുതലാണെന്നാണ്. അതുകൊണ്ടിപ്പോൾ എൻജിൻ പവർ കുറയ്ക്കുകയാണ്, പ്ലെയിൻ കറക്റ്റ് സ്പീഡിൽ ലാൻഡ് ചെയ്യാൻ. ക്യാപ്റ്റനും ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലായി. ഓട്ടോ ത്രോട്ടൽ സിസ്റ്റത്തിൻ്റെ തെറ്റുകൊണ്ട് സ്പീഡ് കുറയുകയാണ്. അതുകൊണ്ട് ക്യാപ്റ്റൻ ത്രോട്ടൽ മാനുവലായി അഡ്ജസ്റ്റ് ചെയ്ത് പവർ കൂട്ടി. അപ്പോഴാണ് ക്യാപ്റ്റൻ ചിന്തിച്ചത്, പ്ലെയിൻ റൺവേ ടച്ച് ചെയ്യാറായി. ഈ സ്പീഡിൽ പോയാൽ പ്ലെയിൻ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പവർ വീണ്ടും കുറച്ചു. ഇതേ സമയം പ്ലെയിനിൻ്റെ ഡീസൻറ്റേജ്, അതായത് പ്ലെയിൻ താഴേക്ക് വരുന്ന വേഗത സെക്കൻഡിൽ 18 അടി എന്നായിരുന്നു. നോർമൽ ലാൻഡിംഗ് ആണെങ്കിൽ പ്ലെയിൻ 3 അല്ലെങ്കിൽ 5 അടി സെക്കൻഡിലായിരിക്കും താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, പ്ലെയിൻ ഇപ്രാവശ്യം ലാൻഡ് ചെയ്യാൻ പോകുന്നില്ല. പകരം അതിശക്തമായി റൺവേയിലേക്ക് വീഴാനാണ് പോകുന്നത്. അവസാന നിമിഷം ക്യാപ്റ്റൻ പതിയെ കൺട്രോൾ സ്റ്റിക്ക് വലിച്ചു. കാരണം പ്ലെയിനിൻ്റെ നോസ്, അതായത് ഫ്രണ്ട് ഭാഗം മുകളിലേക്ക് ഉയർത്തി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാനായിരുന്നു പ്ലാൻ. എന്നാൽ അടുത്ത നിമിഷം ഒരു വലിയ ആഘാതമുണ്ടായി. പ്ലെയിനിൻ്റെ റൈറ്റ് സൈഡിലെ മെയിൻ ലാൻഡിംഗ് ഗിയർ ശക്തമായി റൺവേയിൽ പതിച്ചതും അപ്പോൾ തന്നെ അത് തകർന്നുപോയി. അത് തകർന്നതും റൈറ്റ് സൈഡിലെ പ്ലെയിനിൻ്റെ ചിറകും എഞ്ചിനും വലതുവശത്തേക്ക് തന്നെ ചെരിഞ്ഞ് റൺവേയിലൂടെ ഉരഞ്ഞു മുന്നോട്ട് പോയി. ഇത്രയും കൂടി ആയതോടുകൂടി പ്ലെയിൻ പൂർണ്ണമായും കൺട്രോൾ നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നൊരു വലിയ പൊട്ടിത്തെറി, കൂടാതെ കാറ്റിൽ പറന്ന ജെറ്റ് ഫ്യൂവലിൽ തീയും പിടിച്ചു. പ്ലെയിനാണെങ്കിൽ നേരെ തലതിരിഞ്ഞ് തെന്നിച്ചിതറി മുന്നോട്ട് പോയി. അവസാനം ചൈന എയർലൈൻ 642 റൺവേയിലൂടെ തെന്നിച്ചിതറി എയർപോർട്ടിൻ്റെ ഒരു കോണിൽ പോയി നിന്നു. ഫ്ലൈറ്റിൻ്റെ അകത്തുള്ളവർ ബഹളമായിരുന്നു. അകത്തേക്ക് പുക അടിച്ചു കയറുന്നു. ആളുകൾക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായി. പുറത്താണെങ്കിൽ തീ ആളിക്കത്തുന്നു. കോക്പിറ്റിൽ യാതൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫീസർ ബെൽറ്റ് അഴിച്ചതും താഴേക്ക് വീണു. ഉടൻ തന്നെ എങ്ങനെയോ കോക്പിറ്റിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ നോക്കി. തീയും പുകയും എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരുന്നു. അതേസമയം തന്നെ എയർപോർട്ടിൽ അലാറം അടിക്കാനും തുടങ്ങി. 1 മിനിറ്റ് കൊണ്ട് റെസ്ക്യൂ ടീം അവിടെ എത്തി. പുറത്തു നിന്നും ഫയർ ഫൈറ്റർ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ ജെറ്റ് ഫ്യൂവൽ പല ഭാഗത്ത് തെറിച്ചതുകൊണ്ട് തീയാണെങ്കിൽ അതിവേഗം മാളിപ്പടരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാകുന്നു. ക്രൂ മെമ്പേഴ്സും റെസ്ക്യൂ ടീമും പ്ലെയിനിലുണ്ടായിരുന്ന യാത്രക്കാരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നിട്ടും 315 ആളുകളിൽ 3 ആളുകളുടെ മരണം സംഭവിച്ചു. 50-ലധികം ആളുകൾക്ക് വലിയ പരിക്കുകളുണ്ടായി. റെസ്ക്യൂ ടീം കുറച്ച് സെക്കൻഡുകൾ ലേറ്റായിരുന്നെങ്കിൽ മരണവും അപകടവും ഇതിലും വലുതായേനെ. ഈ വലിയ അപകടത്തിന് ശേഷം ഒരു ചോദ്യമുയർന്നു, എങ്ങനെ ഇത് സംഭവിച്ചു? ഇതുണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ? സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓർ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് പെട്ടെന്ന് അവരുടെ അന്വേഷണം തുടങ്ങി. ഒട്ടും സമയം കളയാതെ ബ്ലാക്ക് ബോക്സ് റെക്കോർഡ് ഡീറ്റെയിൽസ് എടുത്ത് അന്വേഷണം തുടങ്ങി. അതിനുവേണ്ടി
കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓർ ഫ്ലൈറ്റ് ഡേറ്റ റിക്കവർ വീണ്ടെടുത്ത് ഹോങ്കോങ്ങിൽ അന്വേഷണത്തിനായി അയച്ചു. ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ക്രാഷ് ആകുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറിനും മനസ്സിലായിരുന്നു സ്പീഡ് പെട്ടെന്ന് കുറയുന്നു. പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നില്ല. പിന്നെയും അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി ലാൻഡ് ചെയ്യുമ്പോൾ പ്ലെയിൻ വിൻഷിയർ പിടിയിലായിരുന്നു. അതിനർത്ഥം കാറ്റിൻ്റെ ദിശയും ഗതിയും അതിവേഗം മാറി. പ്ലെയിനിന് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ലിഫ്റ്റ് കിട്ടിയില്ല. ക്യാപ്റ്റൻ ഓട്ടോ ത്രോട്ടൽ മാനുവലായി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം എഞ്ചിൻ്റെ പവർ കൂടി, പക്ഷെ പെട്ടെന്നത് കുറയ്ക്കുകയും ചെയ്തു. കാരണം പ്ലെയിൻ ഒരുപാട് താഴെ എത്തിയിരുന്നു. ആ കാരണം കൊണ്ട് പ്ലെയിനിൻ്റെ സ്പീഡ് വീണ്ടും ഒരുപാട് കുറഞ്ഞു. പ്ലെയിനിൻ്റെ ഡീസൻറ്റ് റേറ്റ് സെക്കൻഡിൽ 18 അടിയായി. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപകടത്തിൻ്റെ മെയിൻ റീസൺ ക്യാപ്റ്റൻ എയർ സ്പീഡിൻ്റെ ഡ്രോപ്പ് കൃത്യസമയത്ത് മനസ്സിലാക്കിയില്ല. ത്രസ്റ്റ് വളരെ പെട്ടെന്ന് കുറച്ചു. അതിൽ പ്ലെയിനിനെ ക്രാഷ് ലാൻഡിങ്ങിൽ നിന്നും രക്ഷിക്കാൻ അവസാന അവസരവും നഷ്ടമായി. ചൈന എയർലൈൻസ് ഈ അപകടത്തിന് ശേഷം അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാറ്റം വരുത്തി. അവരുടെ പൈലറ്റ്സിന് അൺസ്റ്റേബിൾ അപ്രോച്ചിൽ സിവിയർ വെതർ ലാൻഡിങ്ങിൽ നിന്നും അപകടം ഇല്ലാതാക്കാൻ എക്സ്ട്രാ ട്രെയിനിങ്ങും കൊടുത്തു. അവസാനം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറഞ്ഞത് ഈ അപകടം ഒരു തെറ്റുകൊണ്ട് മാത്രമല്ല, അതായത് പൈലറ്റിൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ, മോശം കാലാവസ്ഥ, ക്യാപ്റ്റൻ എയർ സ്പീഡിൻ്റെ ലോസ് 5 സെക്കൻഡ് മുന്നെയെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ഏവിയേഷൻ ലോകത്ത് സെക്കൻഡുകൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ്. എങ്ങനെയുണ്ട്? എന്തായാലും 3 പേരും മരണപ്പെട്ടു. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരാളായാലും രണ്ടാളായാലും ജീവൻ ജീവൻ തന്നെയല്ലേ. എന്തായാലും ഇതേപോലത്തെ കഥയുമായി വീണ്ടും വരണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറികളുമായി ഞാൻ വരുന്നതാണ്. എന്തായാലും തൽക്കാലത്തേക്ക് ലവ് യു ബൈ.